എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ്. ശരിക്കും ഈ ലൈം ജ്യൂസ് നമ്മൾ കുടിച്ചു വരുമ്പോൾ മാത്രമേ ഇതിൽ എന്ത് ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് തരം സീസണൽ ഫ്രൂട്ട് കൊണ്ടും ഈ ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പോമഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പോമഗ്രാനൈറ്റ് ഞാനിവിടെ എല്ലാം ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളറുള്ളത് വേണം നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്യാൻ. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഈ പോമഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. കണ്ടോ, വെള്ളം ചേർക്കാതെ തന്നെ നല്ല ജ്യൂസായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിന് നമുക്ക് അരിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല ഫ്രഷ് പ്യുവർ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഐസ് ട്രേ എടുക്കണം. ഐസ് ട്രേ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ സെറ്റ് ആവാനായിട്ട് മാറ്റാം. നമുക്ക് ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നാരങ്ങ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും വേണം, നല്ല തണുത്ത ഐസ് വാട്ടറും വേണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഞാനിവിടെ ഒരു 2-3 എണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഐസ് വാട്ടറും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത്രയും മതിയാകും. നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ പഞ്ചസാര എല്ലായിടത്തും നന്നായിട്ട് മിക്സായി കിട്ടും. ഒരു ജഗ് എടുത്തിട്ട് ഈ ജഗ്ഗിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന പോമഗ്രാനൈറ്റ് ആണ്. ഞാനിത് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് കാണിച്ചല്ലോ. ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇതിനി ഇളക്കി എടുത്തിട്ട് വരാം. നമുക്ക് ഈ നാരങ്ങ വെള്ളം നല്ലതുപോലെ ഒന്ന് കലക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളൊഴിക്കണ്ട കേട്ടോ, കാരണം നമുക്ക് ആ പോമഗ്രാനൈറ്റിൻ്റെ ഐസ് ഇടാനുള്ളതല്ലേ. എൻ്റെത് വലിയ ഐസ് ക്യൂബ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം തന്നെ തണുപ്പുണ്ടാവും, എങ്കിലും ഞാൻ ഇതിലേക്ക് 2 ക്യൂബ് ഐസും കൂടി ഇട്ട് കൊടുക്കണം. ശരിക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഞാനിനി ഇതിലേക്ക് സ്ട്രോ ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈം ജ്യൂസാണിത്. അപ്പം നമുക്ക് വേണമെങ്കിൽ പുതിനയില നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരെണ്ണം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പോമഗ്രാനൈറ്റ് ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിത് കുടിക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ, പതുക്കെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കും. സത്യം പറഞ്ഞാലേ നിർത്താനേ തോന്നുന്നില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.